അവരൊക്കെ ഈ കൊടും പാതകത്തിന് ഊർജം പകർന്നവരാണ്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണം നേരിട്ടതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബസ് ട്രെൻഡിന്റെ ഒരു ഇര കൂടിയായി ദീപക്. കോഴിക്കോട്ടുകാരനായ ദീപക് ഇന്ന് ആത്മഹത്യ ചെയ്തു. സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ വീഡിയോ എടുത്ത പെൺകുട്ടി മാത്രമല്ല കുറ്റക്കാരി. ആ വീഡിയോ എടുക്കാൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് ഈ സൊസൈറ്റിയാണ്. കാരണം ഇതിനു മുമ്പ് ഒരു പെൺകുട്ടി ഇതുപോലെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചപ്പോഴേക്ക് അതിന് പൊടിപ്പും തൊങ്ങലും കൊടുത്ത്, അതിന് അമിതമായ പ്രിവിലേജ് കൊടുത്ത്, അനാവശ്യമായ പ്രാധാന്യം കൊടുത്ത് ഉന്നതങ്ങളിലേക്ക് ഉയർത്തി, ഷെയറോട് ഷെയറും ലൈക്കോട് ലൈക്കും കൊടുത്ത് കമൻറ്റുകൾ വാരി വിതറി പ്രോത്സാഹനം കൊടുത്ത സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയാണ് ഇന്ന് ഈ പെൺകുട്ടിക്കും ഇതുപോലെ ചെയ്യാനുള്ള ആവേശവും ഊർജവും പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ആ പാവപ്പെട്ട ദീപക് എന്ന മനുഷ്യൻ, അദ്ദേഹം ആത്മാഭിമാന ബോധമുള്ളവനാണ്. അത് സഹിക്കവയ്യാഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയിൽ അഭയം തേടി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് അത്രത്തോളം പാവപ്പെട്ടവനായിരിക്കണം, അത്രത്തോളം മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളെ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തൂ. അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ഈ ഒരു സ്ത്രീ, ഈ ഒരു രാക്ഷസി, അങ്ങനെ തന്നെ പറയണം, കടിച്ചു വലിച്ചു കയറിയത്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ, നമുക്കൊക്കെ അറിയാം, തിരക്കുണ്ടാകുമ്പോഴും ബസ് ആടി ഉലയുമ്പോഴും ഗട്ടറിലും വളവ് തിരിയുമ്പോഴും ഒക്കെ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ ചൂസ് ചെയ്യണം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ തട്ടലും മുട്ടലുകളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് അതിര് കവിഞ്ഞതാണെങ്കിൽ ഇതുപോലെ ഈ കാണുന്നത് പോലെ പ്രതികരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അത് റീച്ചിനെടുത്തിട്ട് സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് വൈറലാക്കിയിട്ട് ലൈക്കും ഷെയറും വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം എന്ത് സംഭവിച്ചു? ആ പാവപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടു. ആ കുട്ടിക്ക് സ്നേഹനിധിയായ അച്ഛനെ നഷ്ടപ്പെട്ടു. ആ ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഈ പ്രചരിപ്പിച്ചവർക്കും പിന്താങ്ങിയവരും കൂടുതാങ്ങിയവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല. അവരൊക്കെ ഈ കൊടും പാതകത്തിന് ഊർജം പകർന്നവരാണ്. അവരൊക്കെ അതിന് ലൈക്ക് അടിച്ചവരും അതിന് കമൻറ്റ് ചെയ്തവരും ഷെയർ ചെയ്തവരുമായ സൊസൈറ്റിയിലെ ഓരോരുത്തരും സമാധാനം പറയേണ്ടി വരും. അവരവരുടെ മനസ്സാക്ഷിയോടെങ്കിലും അവരുടെ ചോദ്യം ചോദിക്കും. അവരുടെ മനസ്സാക്ഷി കുത്തുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിയില്ല.